ഓ, ഓ, എന്നാലും എന്റെ മോളെ കുറച്ച് കടുത്തു പോയി. ആ പൂതനെ ഒന്ന് തൊട്ടപ്പോ കൊച്ചു കരച്ചിൽ നിർത്തിയ കണ്ടില്ലേ? എന്തോ എന്റെ ടെക്നിക്ക്? കൂടോത്രം കൂടോത്രം അല്ലാതെന്തുവാ? എന്തോ കുഞ്ഞുങ്ങളെ മയക്കുന്ന മന്ത്രം അവൾക്കറിയാം. എനിക്ക് തോന്നി. അല്ലെങ്കിൽ ഇങ്ങനൊരു അത്ഭുതം ഇവിടെ നടക്കുവോ? മറ്റെല്ലാവരുടെയും കാര്യം പോട്ടെ, കുഞ്ഞുങ്ങളെ നോക്കി ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള മുത്തശ്ശി എടുത്തിട്ട് പോലും ഇവൾ കരച്ചിൽ നിർത്തിയോ? അതാ പറഞ്ഞത്, അവളൊരു സാധാരണ പെണ്ണല്ല, ദുർമന്ത്രവാദിനിയാ. ആ, മോൾ അവിടെ മൂക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നീണ്ടു വളഞ്ഞ ഒരുമാതിരി ഡാഗിനി മൂക്ക്. ഈ മന്ത്രവാദികൾക്ക് മാത്രം കാണുന്ന ഒരു പ്രത്യേകതര മൂക്ക. മോൾ അവളുടെ കണ്ണ് ശ്രദ്ധിച്ചായിരുന്നോ? അതിൽ സൂക്ഷിച്ചു നോക്കിയാൽ ഒരു മൂങ്ങേക്കാണ്. മൂങ്ങ ആരാ? പിശാച്. നേരാണോ ചേച്ചി പറയുന്നത്? വിശ്വാസമില്ലെങ്കിൽ മോള് വിവരമുള്ള വേറെ ആരോടെങ്കിലും ചോദിച്ചു നോക്ക്, അപ്പൊ അറിയാം സത്യം. അവൾ എടുത്തപ്പോ കുഞ്ഞ് കരച്ചിൽ നിർത്തിയതേ അവളോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, പേടി കൊണ്ടാ. ആ, കുഞ്ഞുങ്ങള് ദൈവങ്ങളാണെന്ന് മുത്തശ്ശി പറഞ്ഞത് കേട്ടില്ലേ? അപ്പൊ പിന്നെ ചെകുത്താന്മാരെ തിരിച്ചറിഞ്ഞ് ദൈവങ്ങള് നിശബ്ദരാകുന്നതാ. അല്ല, ചെകുത്താന്മാരെ കാണുമ്പോ ദൈവങ്ങള് റിയാക്ട് ചെയ്യല്ലേ? അതൊക്കെ പണ്ട്. ഇപ്പൊ ദൈവങ്ങളൊക്കെ തിരിച്ചാ. എന്തിനാ ആവശ്യമില്ലാത്ത ബാധ്യതകളൊക്കെ എടുത്ത് തലേ വെക്കുന്നെന്ന് വിചാരിക്കും. കണ്ണടച്ച് നിശബ്ദനായിട്ടിരുന്നു കൊടുക്കും. കണ്ടില്ലേ കുഞ്ഞുറങ്ങിയ ഒരു ഉറക്കം. പിന്നൊരു കാര്യം, ഈ കൊച്ചു മരിച്ച പെണ്ണുങ്ങൾ കംപ്ലീറ്റ് നെഗറ്റീവ് ആയിരിക്കും. അവരെ അടുപ്പിക്കാൻ കൊള്ളത്തില്ല. അവര് നമ്മുടെ കൊച്ചിനെ എടുക്കുകയോ ലാളിക്കുകയോ ചെയ്താൽ അവരുടെ ദേഹത്തുള്ള വിഷം മുഴുവനും കുഞ്ഞിന്റെ ദേഹത്ത് കയറും. ആദ്യമൊക്കെ കുഞ്ഞ് പേടിച്ച് കരയാതിരിക്കുമെങ്കിലും പിന്നൊരിക്കലും കരച്ചിൽ നിർത്തുകയില്ല. അതാണ് ഇതുപോലുള്ള പെണ്ണുങ്ങളുടെ കുഴപ്പം. ഇനി അവൾ വന്നാ ഒരു കാരണവശാലും മോള് കുഞ്ഞിനെ കൊടുക്കരുത്. അതിന് ഞാനല്ലല്ലോ കൊടുത്തത്, മുത്തശ്ശിയല്ലേ? മോളല്ലേ കുഞ്ഞിന്റെ അമ്മ. അപ്പൊ പിന്നെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് മോളാവണം. അതെങ്ങനെയാ? എന്റെ ഭർത്താവ് പോലെ എന്റെ കൂടെ അല്ലല്ലോ. അതല്ലേ ഞാൻ പറഞ്ഞത്, ഇതെല്ലാം അവളുടെ മാന്ത്രിക വിദ്യയാണെന്ന്. സാമ്യമ്മയെക്കാട്ടിലും ഭീകരിയാണവൾ, ദുർമുഖി. കുഞ്ഞുങ്ങളെ മാത്രമല്ല ആണുങ്ങളെയും അവള് മന്ത്രവാദം ചെയ്ത് പാവാടച്ചരലിൽ കെട്ടിട്ടൊണ്ട് നടക്കുമല്ലേ. ഇനിയെങ്കിലും അവളുടെ ബന്ധനത്തിൽ നിന്ന് മോള് മോചനം നേടിയില്ലെങ്കിൽ പഴയതിലും കുഴപ്പത്തിലാവും ചെമ്പകശ്ശേരിയിലെ ആത്മജയുടെ ജീവിതം. ദൈവം എന്റെ കൂടെയാണെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവല്ലേ ചേച്ചി എന്റെ കയ്യിലിരുന്ന് ഉറങ്ങുന്ന ഈ കുഞ്ഞ്. അവൾക്ക് കൊടുക്കാതെ ദൈവം എനിക്ക് മാത്രം തന്ന സമ്മാനം. ഇത് പോരെ എനിക്ക് ജയിക്കാൻ? പോരാ. അവളുടെ കുഞ്ഞ് മരിച്ചു പോയതുകൊണ്ട് എല്ലാം അവസാനിച്ചില്ലല്ലോ. ആ കടപ്പുറത്തുകാരനും വീട്ടുകാരും ജീവിച്ചിരിക്കുന്നിടത്തോളം ഇവളുടെ കൂടെ ആദ്യം മോന് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. ഇന്നല്ലെങ്കിൽ നാളെ അവര് വീണ്ടും പ്രത്യക്ഷപ്പെടും. കുഞ്ഞു മരിച്ചൊന്നും അവർക്കൊരു വിഷയമായിരിക്കത്തില്ല. ഈ പൂജ എന്ന് പറഞ്ഞ താടക ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഇതുപോലുള്ള അപകടങ്ങൾ നമ്മൾ ഏത് നിമിഷവും പ്രതീക്ഷിക്കണം. ആദ്യം മോനെ രക്ഷിക്കണമെങ്കിൽ പൂജ എന്നേക്കുമായിട്ട് ഒഴിവാക്കിയേ പറ്റൂ. അവള് ഡാഗിനിയാണെങ്കിൽ നമ്മൾ മായാവിയാണ്. ഏതു മാന്ത്രിക കുപ്പിയിൽ നിന്നും രക്ഷപ്പെടുന്ന മായാവി. ഡാഗിനിയുടെ ആജന്മ ശത്രു മായാവി.